ശ്രീ അനിൽകുമാർ നോക്കൂ, കോടതി ചോദിക്കുകയാണ്, കോടതിയെ സംബന്ധിച്ച് മറിയക്കുട്ടി VIP ആണ്, എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാൻ കഴിയാത്തത്? പെൻഷൻ ഇല്ലാതെ മറിയക്കുട്ടി എങ്ങനെയാണ് ജീവിക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് അടിക്കടെ പറയുന്ന സർക്കാർ എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ആഘോഷങ്ങൾക്കും ഒന്നും ഒരു മുടക്കവും ഇല്ലല്ലോ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. ഈ കോടതി എന്നൊക്കെ പറഞ്ഞാല് സാധാരണഗതിയിൽ കോടതിയുടെ മുമ്പാകെ വരുന്ന വിഷയങ്ങളിൽ മറുപടി പറയേണ്ട, തീരുമാനമെടുക്കേണ്ട കോടതിയാണ്. വായി തോന്നുന്ന കോടതിക്ക് പാട്ട് എന്ന രീതിയിൽ ചില ന്യായാധിപന്മാർ പിറ്റേ ദിവസം പത്രത്തിൽ തലക്കെട്ട് വരാനുള്ളത് തയ്യാറാക്കി കൊണ്ടുവന്ന് വിളമ്പുന്നത് കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം എഴുതുന്ന വിധിന്യായങ്ങൾ ഉണ്ടാകാറേയില്ല. ഇതിനെക്കുറിച്ച് പിന്നീട് ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞ് മറന്നു പോകുന്ന ജഡ്ജിമാരെയാണ് ചിലര് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ പറഞ്ഞ് ജഡ്ജി അദ്ദേഹത്തിന്റെ മുൻകാല സമീപനം അതാണോ എന്ന് എനിക്കറിയില്ല. ഈ കേസിൽ ഉത്ഭവിച്ച വിഷയം എന്താണ്? കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങൾ അവർക്ക് 1600 രൂപ വെച്ച് കേരള സർക്കാർ പെൻഷൻ കൊടുത്തു വരുന്നു. അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ഏറ്റവും ഉചിതമായ വാഗ്ദാനമാണ്. 18 മാസക്കാലം ഉമ്മൻചാണ്ടി 600 രൂപ കുടിശ്ശികയാക്കിയപ്പോഴും ഈ ന്യായാധിപന്മാർ ഈ നാട്ടിലുണ്ടായിരുന്നു. മറിയക്കുട്ടിയും നാട്ടിലുണ്ടായിരുന്നു. അല്ല, പറയട്ടെ, ഈ മറിയക്കുട്ടി കോൺഗ്രസുകാരിയാണ്. കോൺഗ്രസുകാരായ മറിയക്കുട്ടിക്ക് 18 മാസക്കാലം ഉമ്മൻചാണ്ടി കുടിശ്ശിക വരുത്തിയപ്പോൾ അതൊരു കുറ്റമല്ല. ആ പെൻഷൻ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ച് വീട്ടിലെത്തിക്കുന്ന പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ യുദ്ധത്തിന് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ മറിയക്കുട്ടിമാർക്ക് ഒത്ത രീതിയിൽ ചില കോടതികളിൽ വാക്കാൽ ചില കാര്യങ്ങൾ പറയുക, അത് പിറ്റേ ദിവസം തലക്കെട്ടാക്കുക, എന്നിട്ട് പറയുകയാണ് VIP ആരാണ്. ഈ ബഹുമാനപ്പെട്ട ന്യായാധിപൻ തന്റെ VIP സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഏതെല്ലാം നിലയ്ക്കാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിലം മറന്ന് അദ്ദേഹം ഒരിക്കൽ ഒരു പെരുമാറ്റം. കോടതിയെ വിമർശിച്ചതിനെ കൊണ്ട് കോടതി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ ശ്രീ അനിൽകുമാർ? ഇതിപ്പം മറിയക്കുട്ടി ഏത് ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്? 62 ലക്ഷം വീട്ടിൽ പെൻഷൻ കൊടുക്കും, 62 ലക്ഷം വീടുകളിൽ പെൻഷൻ കൊടുക്കും. 1600 രൂപ വെച്ചാണ് ഇപ്പൊ കൊടുക്കുന്നത്. അത് 2500 ആക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പെൻഷന്റെ കാര്യത്തിൽ കാലതാമസം വരാൻ കാരണം എന്താണ്? കാലതാമസം വരാൻ കാരണം പെൻഷൻ ഫണ്ട് ബോർഡ് ഈ തുക മുൻകൂറായി വിതരണം ചെയ്യുന്ന സമ്പ്രദായമാണ് പിണറായി സർക്കാർ നടപ്പാക്കിയത്. കേന്ദ്ര സർക്കാർ ബലം കിട്ടും. പെൻഷൻ ഫണ്ട് ബോർഡ് എടുക്കുന്ന താൽക്കാലികമായ കടം പോലും സംസ്ഥാനത്തിന്റെ കടബാധ്യതപ്പെടുത്തിയിരിക്കും. കോടതിയുടെ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഫണ്ട് നൽകുന്നില്ല, പണം നൽകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മറിയക്കുട്ടിക്ക് എന്തായാലും പെൻഷൻ നൽകണമെന്ന് കോടതിയുടെ ഉത്തരവ് ഒരുപക്ഷെ നാളെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മറിയക്കുട്ടിയാണ്, ബാക്കിയുള്ള ആളുകൾ കൂടി കോടതിയിലേക്ക് പോയാലോ എന്നുള്ളൊരു കാര്യം കൂടി ഇല്ലേ ശ്രീ അനിൽകുമാർ? അല്ല, കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കുമ്പോൾ 200 രൂപയും 500 രൂപയും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എത്ര കാലം കുടിശ്ശികയാണ്? ഈ കോടതി പോയ മറിയക്കുട്ടിക്ക് കൊടുക്കേണ്ട പെൻഷൻ ജൂൺ മാസം മുതൽ കേന്ദ്രം കുടിശ്ശികയാണ്. അവർ ജൂൺ മാസം വരെയുള്ള 30 പെൻഷൻ കാശ് കേരള സർക്കാരിന് നൽകിയത് ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ്. ആലോചിക്കണം, 3 കൊല്ലം കേന്ദ്രം കുടിശ്ശികയായിട്ട് കിടന്നു. ആ കാശോട് കൂട്ടി മറിയക്കുട്ടിമാർക്ക് വീട്ടിൽ കൊണ്ട് കൊടുത്തൊരു പിണറായി സർക്കാരിനെതിരായിട്ടാണ് ചില ആളുകൾ കുരച്ചു ചാടുന്നത്. അതിനൊക്കെ കൂട്ടുനിൽക്കാൻ ചില ആളുകൾ ഇത്തരം പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ ആരുടെ ഒരു ഔദാര്യം വേണ്ട, ഒരു കോടതി വിധി ആവശ്യമില്ല. ഇതൊരു നാടകമാണ്. കേരളത്തിലെ LDF സർക്കാർ പെൻഷൻ 2500 ആക്കുമെന്നും അതെല്ലാ വീടുകളിലും എത്തിക്കുമെന്നും പ്രഖ്യാപനം നടപ്പാക്കിയിട്ടുള്ളതാണ്. അത് നടപ്പാക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരാണ്. ആ സർക്കാർ തടസ്സമുണ്ടാക്കിയതിനു ശേഷം കേരള സർക്കാർ പെൻഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ പെൻഷന് വേണ്ടി 900 കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് 900 കോടി രൂപ ഒരു മാസക്കാലം പെൻഷന് മാറ്റി വെക്കുന്ന സർക്കാരിനോടാണ് ഒരു കോടതി ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നുകിൽ കോടതി വസ്തുത മനസ്സിലാക്കണം. അദ്ദേഹം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതെന്ന് ചോദിച്ചു. അത് കേട്ടപാടി ഒരു കോൺഗ്രസുകാരൻ ഒരു ഹർജിയുമായിട്ട് ഗവർണറുടെ എത്തിയത്. എങ്ങനെയാണ് ചോദിച്ചത്? ഈ KSRTCയുടെ വിഷയം കോടതിയിലെത്തിയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ചീഫ് സെക്രട്ടറി അവിടെ പോയി പറഞ്ഞിട്ടല്ലേ? അതെ, ആ വിഷയമൊക്കെ പരിഹരിച്ചല്ലോ. സാമ്പത്തിക അടിയന്തരാവസ്ഥ വേണമെന്നുള്ളത് KSRTCയും KTFDCയും തമ്മിലുള്ള തർക്കത്തിലാണോ ചോദിക്കേണ്ടത്? ഇതൊക്കെ ഒരു കോടതി വാക്കാൻ ചോദിക്കുക.
ആ എഴുതിയ കടലാസ് കാണിച്ചു തരാമോ? ബഹുമാനപ്പെട്ട ജഡ്ജി എഴുതിയ കടലാസ് തന്നെ കാണിച്ചു തരാമോ? പത്രത്തിൽ തലക്കെട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. എന്തായി ആ കേസ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില ന്യായാധിപന്മാര് വാർത്തകളുടെ തലക്കെട്ട് വരാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു. അത് രാഷ്ട്രീയമായി ദുരുപയോഗിക്കപ്പെടുന്നു. അതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതും രാഷ്ട്രീയമായി നിർമ്മിക്കപ്പെട്ട കേസാണ്. ഇതൊന്നും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് വിലപ്പോകുന്നതല്ല. ശരി.